വണക്കം സ്വന്തങ്ങളെ, വെൽക്കം ടു പൊളി ഫാമിലി വ്ളോഗ്. അപ്പോ ഇന്ന് തേർഡ് ഡേ. ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ച് കഴിഞ്ഞാ എന്താ കാണിച്ചു കൊടുക്ക്, എന്താ തിരയണോ, എന്താ കാണിച്ചു കൊടുക്കുന്നത്. ഇന്ന് ചെക്കപ്പിന് പോവാണ്. എന്താ എത്ര 8ാം മാസത്തെ ചെക്കപ്പ് അല്ലേ? ഇതെല്ലാവരും റെഡി ചെയ്ത്, അമ്മ റെഡി, അച്ഛൻ വരുന്നുണ്ട്, ഞങ്ങൾ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഇന്നത്തോടുകൂടി ഞാൻ ഇവിടെ നിന്ന് ലീവ് ചെയ്യാൻ പോകണം. ഇന്നത്തെ ലാസ്റ്റ് ഡേ ആണ്. അപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉത്സാഹമൊന്നുമില്ല. എനിക്ക് നിന്നെ വിഷു വിട്ടു പോകാൻ സങ്കടമാണ്. എനിക്ക് വയ്യ, ആലോചിക്കുമ്പോഴേ എനിക്ക് ആ നായി ഇരിക്കണ പോലെയാണ് അത് ആലോചിക്കുമ്പോ. ഭയങ്കര സങ്കടത്തില് വിഷാദത്തിലിരിക്കുകയാണ്. അപ്പൊ ഓൾറെഡി നമുക്ക് സമയം ലേറ്റ് ആയി, അതുകൊണ്ട് ഞങ്ങൾ പടപടയെന്ന് പറക്കാൻ പോവാണ്. അപ്പോൾ ഇതാ വണ്ടി എടുത്തിട്ട് റെഡി ആവാണ്. ഓപ്പി കാർഡ് കാണിക്ക്. കറക്റ്റ് ടൈമിങ് എത്തി. നിന്റെ ടോക്കൺ നമ്പർ എത്രയാണ്? 54 51. ആ, ഇതിപ്പോ നമ്മുടെ ടോക്കൺ എത്രയാണ്? ഡോക്ടർ സുജ 51 ടോക്കൺ നമ്പർ. ആ, ഇതാണ് ഗൈസ് നമ്മള് കാണിക്കാൻ പോണ ഹോസ്പിറ്റലില്. ഡോക്ടർ കഴിക്കാൻ പോയ സാഹചര്യത്തില് ഞാൻ പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ലേന്നോ. എപ്പോഴും 2 മണിക്കാ പോവാ. കറക്റ്റ് 1 മാസം കഴിഞ്ഞാൽ അതുപോലെ ഒരു ഫോട്ടോ എടുത്തായിരുന്നു. അത് പിന്നെ പറയാനുണ്ടോ? അയാള് വെയിറ്റിംഗ് ആണ്. ഡോക്ടറെ കാണാൻ പോണത് കൊണ്ടോ ഭയങ്കരമായിട്ടുള്ള മറ്റ് ഭയങ്കരമായിട്ട് ചെക്കൻ കളകി കൊണ്ടിരിക്കുന്നു അല്ലേ? നമ്മളടുത്ത് കഴിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഫുഡ് ഹെവി ഫുഡൊന്നും കഴിക്കില്ല, ലൈറ്റായിട്ട് കഴിച്ചിട്ട് വന്നു. പക്ഷെ ഒരു ചായയോ കോഫിയോ അങ്ങനെയൊക്കെ കുടിക്കാം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 12 മണിക്കൊക്കെ ഫുഡ് കഴിച്ചു. അതുകൊണ്ടാണ്. അപ്പൊ എന്റെ കുഞ്ചാവയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇനി അതുകൊണ്ടാണോ തട്ടണമെന്ന് അറിയില്ലല്ലോ. എന്റെ പേഴ്സ് കണ്ട എങ്ങനെ കാര്യമാക്കാന്നുള്ളതാണ് അവിടെ ചിന്താഗതി. പിന്നെ കഴിക്കാൻ എന്താ വേണ്ടി? ഈ സമയത്ത് ഓയിലൊന്നും അധികം കഴിക്കാൻ പാടില്ല. എന്തായാലും കഴിക്കും. 1 അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം അല്ലേ? അമ്മ അച്ഛൻ അവിടെ എടുത്തിട്ട് ഞങ്ങൾ മാത്രം വന്ന് ചായ കുടിക്കണം. കുഞ്ഞി ഓ ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞു. ആളൊരു ഷുഗർ രോഗിയായിരിക്കുന്നു. ഷുഗർ രോഗി ഇല്ലാട്ടാ. ഈ ഒരു സമയത്ത് നല്ല ചേഞ്ചസ് വരും നമ്മുടെ ബോഡിയിൽ. അതുകൊണ്ട് ഷുഗർ മെറ്റ്ഫോർമിൻ കഴിക്കാൻ പറഞ്ഞിരുന്നു അല്ലേ? കുഴപ്പമില്ല, പ്രസവിക്കണ വരെ ഉള്ളൂ. ഇനിയിപ്പോൾ എല്ലാവർക്കും ഈ സമയമാകുമ്പോൾ വരും, എന്തെങ്കിലും ബോഡിയിൽ എഫക്റ്റ് വരും. അതൊന്നും കുഴപ്പമില്ല, വേറെ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല, ദൈവം സഹായിച്ച് വേറെ ഒരു കുഴപ്പമില്ല. ആള് ഫുൾ ഓക്കെയാണ്. നമ്മുടെ കുട്ടി നല്ല ഓക്കെയാണ്. അതാണ് ഒരു സന്തോഷം. പിന്നെ വെറുതെ വീട്ടിലിരുന്ന് പിന്നെ എന്താണ് ഇത്രയും കാലം മഴയൊക്കെ പറഞ്ഞ് വീട്ടിൽ ചുമ്മാ ഇരുന്ന് പുട്ടടിച്ച് ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു. അതുപോരാ, വ്യായാമം നന്നായിട്ട് വേണം. ഒരുപാട് നടക്കാൻ പറഞ്ഞു. എനിക്ക് ചെയ്യാൻ മടിയില്ല, പക്ഷെ വീട്ടിലിറങ്ങി ചെയ്യാനായിട്ടുള്ള വഴിയില്ല. അതുകൊണ്ടാണ്, വെള്ളം ആയതുകൊണ്ട്. പിന്നെ വീടിനുള്ളിൽ തന്നെ നടക്കും, അത്രേ ഉള്ളൂ. എനിവേ വേറെ വിശേഷങ്ങളൊന്നും കാണിക്കാനില്ല. ഞങ്ങൾ വന്നു, ഹോസ്പിറ്റലിൽ വന്നു, ചെക്കപ്പ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിലോട്ട് പോയി നാളെ മോർണിംഗ് ഞാൻ തിരിച്ച് പാലക്കാട് പണങ്ങിപ്പോയി. പിന്നെ പോകണ്ടേ, എനിക്കിവിടെ ഇരിക്കാൻ പറ്റും, വർക്കിന് പോകണ്ട ഞാൻ. അപ്പം നാളെ ഞാൻ പോകുന്നതായിരിക്കും. 9-ാം തീയതി വരണം. 9 സ്കാനിങ് പാവം. അന്ന് ഇതിപ്പോൾ ഞാനുള്ളത് കൊണ്ട് വണ്ടിയിലൊക്കെ വന്നു. കുഴപ്പമില്ല. ആ സ്കാനിങ് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കണം. മഞ്ച നമ്മുടെ ചെക്കൻ ആൾ ഉഷാറാണ്. അച്ഛനെ കാണണം. സോറി, ചെക്കനാണെന്ന്. എനിക്ക് വെറുതെ ചെക്കൻ വരുന്നത്. കാരണം മിനി പെങ്ങളുടെ കുട്ടി അറണ്ണ ഇങ്ങനെ പറഞ്ഞിട്ടേ എനിക്ക് അതന്നെ ആലോചന വരുന്നത്. പിന്നെ നമ്മൾ പതുക്കെ മഴ വരാൻ പോകണം. അപ്പൊ ഞങ്ങൾ പതുക്കെ എത്താവട്ടെ. സെലക്ട് ചെയ്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചായ കോപ്പിയിൽ കയറണം. എന്ത് കോപ്പാണ് പറയുന്നത്? ഞങ്ങള് വീട്ടിലോട്ട് എത്തി. ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ബാക്കി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട്
എന്നും കറക്റ്റ് നമ്മള് 3 ദിവസമായിട്ട് ഇപ്പൊ അല്ല ഈവനിങ് കറക്റ്റ് മൺസൂൺ അല്ല, റെയിനി സീസൺ അല്ലേ. ഇല്ല. ഇപ്പൊ നമ്മള് വെളിയിൽ ഇറങ്ങുമ്പോ കറക്റ്റ് അതേ സമയത്താണ് കറക്റ്റ് ഞങ്ങളെല്ലാം തിരക്കും കഴിഞ്ഞ് വീട്ടിലോട്ട് വരാൻ നേരത്ത് കറക്റ്റ് മഴ. മഴയായിരിക്കും. അതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല അല്ലേ. ഇന്ന് മഴ അങ്ങനെ നനഞ്ഞു. ഒരു കടയിൽ കയറിയപ്പോ ഇത്തിരി നനഞ്ഞു അല്ലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് വിചാരിച്ച പോലെ ഷൂട്ട് ചെയ്തെടുത്ത് പറ്റിയില്ല. പിന്നെ ഹോസ്പിറ്റലാണെന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, എന്നെ പോലെ അകത്ത് കടത്തി വിടുന്നില്ല. ഞങ്ങള് ഇപ്പൊ പാലക്കാടെല്ലാം അവിടെയൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് വൈഫും ഹസ്ബൻഡും പോയിട്ട് ഡോക്ടറിനെ കാണാം. ഇതങ്ങനെ ഇല്ല, വൈഫ് മാത്രം പ്രഗ്നന്റ് ആയിട്ടുള്ള ആള് മാത്രം പോയി കാണാൻ പാടുള്ളൂ. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അതാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ പറയാൻ കൂടി ഒരു അവസരം കിട്ടുന്നില്ല. ഇതിനെ പോലെ എത്ര പേരുണ്ടാവും ഫസ്റ്റ് പ്രഗ്നൻസി. അപ്പൊ നമ്മള് പല ഡൗട്ടുകൾ അവർക്ക് അറിയില്ല. അവർക്ക് ഡോക്ടർ എന്ത് പറഞ്ഞാൽ അതും തലയായിട്ട് ചിലപ്പോൾ വരും. ചില പിള്ളേർക്ക് അറിയില്ല. എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ അമ്മയാണെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടാവും, അവർക്ക് എന്തെങ്കിലും അറിയാൻ പറയാനും ചോദിക്കാൻ അഭിപ്രായമായി. അമ്മേനെ പോലും നടത്തില്ല. ഹസ്ബൻഡ് ആകുമ്പം കുറച്ച് നമ്മള് ഇത് ഇപ്പൊ എനിക്ക് തോന്നാത്ത മനോഹരനെ തോന്നും, മനോഹരനെ തോന്നാത്ത എനിക്ക് തോന്നും. അപ്പൊ അങ്ങനെ ചോദിക്കാമല്ലോ. പക്ഷെ അവര് അലൗഡ് ചെയ്യില്ല. ശരി, കുഴപ്പമില്ല. അതുകൊണ്ട് ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി വന്നു. പിന്നെ മഴ ആയതുകൊണ്ട് ഒന്നും ചെയ്തില്ല. പിന്നെ നേരെ വീട്ടിൽ വന്ന് കുറച്ച് ബാഗ് പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നാളെ പോണതിന്റെ ഒരു സങ്കടത്തിലാണ് ഒരാളുടെ ഫേസ് മൊത്തം വാടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു എന്താ ചെയ്യാൻ 4 ദിവസം ഉണ്ടായിരുന്നു. 4 ദിവസം അവളുടെ ഒപ്പം ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾക്ക് വിട്ടുപിരിയണതിലൊരു സങ്കടം. അത് കുഴപ്പമില്ല, ഞാൻ വരും. ഇനിയിപ്പോ എന്തായാലും വന്നല്ലേ പറ്റൂ. ഇനിയിപ്പം 9-ാം തീയതി വീണ്ടും പോണം. 9-ാം തീയതി അടുത്ത നെക്സ്റ്റ് ടെസ്റ്റ് ഉണ്ട്. അതിൽ ഞാൻ ഉണ്ടാവില്ല, അവള് അമ്മയും കൂടി പോകുന്നതായിരിക്കും. എനിക്കെന്താ സങ്കടം, ഞാൻ കൂടെ കൊണ്ടുപോകാനും ഇങ്ങനെ കൊണ്ടു നടക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ലല്ലോ ഈ സമയത്ത് എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലോങ് ആണ്, ഇത്ര ലോങ് ആണ്. പിന്നെ ഫുൾ ടൈം ഇവിടെ ഇരിക്കുക പറഞ്ഞാൽ എൻ്റെ വർക്കുകളും പെൻഡിങ് ആവും. എല്ലാം കൊണ്ട് എനിക്ക് ഇത്ര ലീവ് എടുക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ എന്തായാലും നെക്സ്റ്റ് മന്ത് ഒക്കെ ഫുൾ ടൈം ഇവിടെ തന്നെ എനിക്ക് വേണം. കാരണം ആ ഒരു സമയത്ത് അതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പേടിക്കണ്ട ഞാൻ വരുന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. നീ വിളിച്ച വിളിപ്പുറത്ത് എന്നെ കാണണമെന്നും മനസ്സിൽ തോന്നിയ പിറ്റേ ദിവസം രാവിലെ ഡോറ് തുറക്കുമ്പോൾ ഇവിടെ പത്രയുടെ ആള് വരും, പാലുകാര് വരും, ഞാനുണ്ടാവില്ല. അപ്പൊ എന്തായാലും അല്ല ഈ മന്ത് എൻഡില് വരുന്നുണ്ട്. മന്ത് എൻഡില് ഒരു പറ്റുള്ളൂ. പറ്റിയ അമ്മ അച്ഛനൊക്കെ കൂട്ടിട്ട് 33 വീക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പം അല്ലേ 35 കഴിയുമ്പോ ചിലപ്പോ ഞങ്ങള് നല്ല വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അച്ഛനും മകനും തമ്മില്. എന്തൊക്കെ പറഞ്ഞിട്ട് ഇനിമേ ഞാനില്ലാണ്ട് കുറച്ച് വീഡിയോസ് ഒക്കെ അവള് ഒറ്റയ്ക്ക് ചെയ്യുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ അടുത്ത തവണ വരുന്നവരെ അല്ലേ വന്നതിന് ശേഷം 2-3 വീക്സ് കഴിഞ്ഞ് പിന്നെ വരും അല്ലേ. ഇനി വീഡിയോ എടുക്കാനൊന്നും നേരം ഉണ്ടാവുമോന്ന് അറിയില്ല. ഇനി ആകെ ടെൻഷനുള്ള ദിവസമാണ്. ഒരു അച്ഛനായി എനിക്കും ഒരു അമ്മയായി അവൾക്കും ഭയങ്കര ടെൻഷനുള്ള ദിവസമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ആയതുകൊണ്ടാണ് അല്ലേ. അവൾക്കും ടെൻഷനാണ്, എനിക്കും ടെൻഷനാണ്. എന്തായാലും സി സെക്ഷന്റെ എനിക്കൊരു പേടിയുണ്ട്. പിന്നെ എന്താ ദൈവം സഹായിച്ചിട്ട് എല്ലാം നന്നായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണേ നല്ലപടിയാ കഴിയാൻ വേണ്ടിയിട്ട്. അതെ, എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ എന്താന്ന് വെച്ചാൽ ഞാൻ എല്ലാത്തിനും ഇപ്പൊ ശരി കൺസൾട്ടേഷൻ അല്ലേ ഉള്ളിൽ പോകുന്നത്, അല്ല കൂടെ നമ്മുടെ കൂടെ ഒരാളുണ്ടല്ലോ. ലേബർ റൂമിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും എന്തോ വലിയൊരു കാര്യം നടക്കാൻ. പക്ഷെ മനസ്സിലറിയും ഒരു പ്രശ്നം ഉണ്ടാവില്ല, നല്ല രീതിയിൽ തന്നെ തിരിച്ചു വരുന്ന അറിയും. എന്നാലും ഒരു പേടിയാണ്. എന്നാലും ഒരു പേടി എന്ന് പറഞ്ഞാൽ രോഗിയല്ല, ഇതൊരു അസുഖമല്ല, പക്ഷെ എന്തോ ആ ഒരു മാതിരി ഒരു ടെൻഷനാണ്. ആദ്യത്തെ പ്രാവശ്യം ആയതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ടാവും. പിന്നെ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഏകദേശം ഓൾറെഡി സെറ്റ് ആവും. ഇപ്പൊ സ്കാനിങ്ങിനൊക്കെ പോവാണെന്ന് പറഞ്ഞാലും എനിക്കൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടാവും. പക്ഷെ പോയി ശീലമായപ്പോൾ എനിക്ക് ആ ടെൻഷനില്ല. ലേബർ റൂം എന്ന് പറയുമ്പോൾ ഞാനൊരു വ്യക്തി, പിന്നെ വേറെ അത്രയും ഡോക്ടേഴ്സ്, ഒന്നും പേടിക്കാനില്ല. അതൊരു ടെൻഷൻ ഇപ്പൊ വരെ ഇല്ല. എന്നാലും ഇടയ്ക്ക് തോന്നും. പിന്നെ ഞാൻ പെട്ടെന്ന് ഞാൻ തന്നെ എന്റെ മൈൻഡിൽ പറഞ്ഞ് മനസ്സിലാക്കും, ഒന്നുമില്ല കൂൾ പറഞ്ഞിട്ട് ഞാൻ തന്നെ ഇതാവും. അപ്പൊ നാളെ രാവിലെ പിന്നെ ഈ സിനിമയിലൊക്കെ കാണുന്ന ഓരോ കാഴ്ചകൾ കാണുമ്പോ പിന്നെ എനിക്കത് ഒന്നും കൂടി ടെൻഷനാവും. അതുകൊണ്ട് ഞാനിപ്പം അങ്ങനെയുള്ള സിനിമയും സീരീസ് ഒന്നും കാണുന്നില്ല, നിർത്തി വെച്ചിരിക്കണം. ഒന്നും പഠിക്കണ്ട. അപ്പൊ ഞാൻ നാളെ രാവിലെ നേരത്തെ ഏർലി മോർണിംഗ് ഒരു 5 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങും. കാരണം ട്രാഫിക് എറണാകുളം കൊച്ചി കിടക്കണം. അപ്പോൾ ട്രാഫിക് ആവുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഇവിടെ കിടക്കാൻ പറ്റില്ല. ഒരു 5 മണിക്കൊക്കെ ഞാൻ ഇറങ്ങും. അപ്പൊ എന്തായാലും രാവിലെ എന്റെ നോട്ട് എടുക്കാനൊന്നും പറ്റില്ല. ഇതോടുകൂടി മിച്ചുള്ള വീഡിയോ അവസാനിക്കുകയാണ്. ഇവിടെ 1 മാസത്തോളം വീട്ടിൽ മഴ ചെയ്തുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ വീട്ടിൽ തന്നെ ഇരുന്നിരുന്ന് മടുത്തിരുന്നു. എനിക്ക് മാത്രല്ല മനുവേട്ടനാണെങ്കിൽ ഇപ്രാവശ്യം വന്നപ്പോ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം അല്ലെങ്കിൽ വരിക അടുത്ത് എവിടെങ്കിലും പോവാ, കസിൻസ് വീട്ടിൽ പോവാ,
അങ്ങനെയുള്ളു. ഇപ്രാവശ്യമാണ് ബീച്ചിലൊക്കെ പോയതും പിന്നെ എന്താ പറയാ ഇവിടെ ഇല്ലിക്കൽ ഇവിടെ മലരിക്കൽ കണ്ടിട്ടുണ്ടാവല്ലോ വീഡിയോസിൽ. അതന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് സ്ഥലത്ത് പോകാൻ പറ്റി. നൈസായിരുന്നു. ഒരു മൺസൂണില് എത്രത്തോളം ബ്യൂട്ടി ഉണ്ടെന്ന്, ബ്യൂട്ടിയും പ്ലസ് റിസ്ക്കും ഉണ്ടെന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ എനിവേ സ്വന്തങ്ങളെ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയർ ചെയ്യണം. ഞങ്ങളുടെ കുഞ്ഞാവ പുറത്ത് സേഫ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് പ്രയർ ചെയ്യണം. അപ്പൊ അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. കുഞ്ഞാവ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ഒരാൾ പുറത്ത് വരട്ടെ. ഞങ്ങളുടെ കുഞ്ചാപ്പിയാണ് നിങ്ങളുടെ ഹീറോ. ഓക്കെ ഗൈസ്, ലവ് യു, ബൈ.